തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നു. മുതലപ്പൊഴിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലും സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി മാറുന്ന സാഹചര്യത്തിലാണ് രാപ്പകൽ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാപ്പകൽ സമരം ഉദ്ഘാടനം നിർവഹിക്കും. എം.എൽ.എമാരും സാമൂഹ്യ പ്രവർത്തകരും സമരത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ ഉറപ്പുകൾ പാലിക്കുക, മരണപ്പെട്ട മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെ ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുക്കുക, വിഴിഞ്ഞം ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി കല്ലുകൾ കൊണ്ടുപോകുന്നതിനായി തകർത്ത പുലിമുട്ടിന്റെ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കുക, പുലിമുട്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന കല്ലുകൾ അദാനി കടത്തിക്കൊണ്ടുപോയതിനെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ 50 ലക്ഷം രൂപ ആ മുതലപ്പൊഴി മേഖലയിലേക്ക് വേണ്ടി ബഡ്ജറ്റിൽ അവതരണത്തിലുണ്ടായിരുന്നു. എന്നാൽ അത് 1 രൂപ പോലും നാളിതുവരെ മാസങ്ങൾ പിന്നിടുമ്പോൾ ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കി വരുമെന്ന് പറഞ്ഞ CWPRFന്റെ പഠന റിപ്പോർട്ട് അത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പുറത്തു വന്നത്. ആ CWPRFന്റെ പഠന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു ഫോം സ്റ്റഡി കൂടി നടത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഫോം സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 ലക്ഷം രൂപയാണ് അന്ന് CWPRF ആവശ്യപ്പെട്ടത്. ആ 15 ലക്ഷം രൂപ പോലും സർക്കാർ നാളിതുവരെ ഗവൺമെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഫയൽ കൈമാറിയിട്ട് ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോൾ ആ നിസ്സാരപ്പെട്ട 15 ലക്ഷം രൂപ പോലും കൊടുക്കുവാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായി. അതായത് ഓരോ അപകടങ്ങൾ നടക്കുമ്പോൾ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ അപകടം നടന്നപ്പോഴത്തേക്ക് 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിൽ പല നിർദ്ദേശങ്ങളും 10-ലധികം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഗവൺമെന്റ് തന്നെ ഇത് ഉടനെ പാലിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അതിൽ ആദ്യമായി പറഞ്ഞൊരു കാര്യം 24 മണിക്കൂറും ആംബുലൻസിന്റെ സേവനം അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ആംബുലൻസ് വന്നു. പിന്നെ 1 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആംബുലൻസിനെ അവിടെ പക്ഷിയിട്ട് നോക്കിയിരുന്നാൽ പോലും കാണാത്ത അവസ്ഥാവിശേഷമാണ് ഇന്ന് അവിടെ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം മരണപ്പെട്ട വിക്ടർ മരണപ്പെട്ട് കരയിലെത്തിച്ച് ആശുപത്രിയിലല്ല പോലീസ് സംവിധാനത്തിൽ പോലീസ് ജീപ്പിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ നിലയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതിന് മുന്നേ മരണപ്പെട്ട വ്യക്തിയും ഇതേ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലും ഒരു സംവിധാനം അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നത് ഈ ആംബുലൻസിന്റെ സേവനമില്ലാത്ത, വിദഗ്ധരായിട്ടുള്ള നഴ്സുമാരുടെ സേവനമില്ലാത്ത ഈ സാഹചര്യത്തിലാണ് ഉള്ളത്. ചിറയൻകീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. എം.ജെ. ആനന്ദ്, എം.എസ്. നൌഷാദ്, ബി.എസ്. അനൂപ്, സുനിൽ പെരുമാതുറ, മോനി ശാർക്കര, അൻസിൽ അൻസാരി എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുതലപ്പൊഴി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയിട്ടുള്ള ഇതുവരെ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊന്നും ഗവൺമെന്റ് പാലിക്കപ്പെടാതെ വരുമ്പോഴും മുതലപ്പൊഴി എപ്പോഴും അപകടക്കെണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. മത്സ്യബന്ധനവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് യഥേഷ്ടം അവരുടെ ഉപജീവനം നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ശ്രേയങ്കിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ മുതലപ്പൊഴിയിൽ ഒരു രാപ്പകൽ സമരത്തിന് നിർത്തുന്നുണ്ട്. രാപ്പകൽ ഉപവാസ സമരമായിട്ടാണ് അത് പങ്കെടുപ്പിക്കുന്നത്. വരുന്ന 2-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർ അത് ഉദ്ഘാടനം ചെയ്തു. ചിറയൻകീഴിന്റെ നിയോജകമണ്ഡലത്തിനകത്തുള്ള ജനപ്രതിനിധികളും നേതാക്കന്മാരും ഈ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331.
CS Agencies and Electricals, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.